അങ്ങനെ വൈജയന്തി ദേഷ്യപ്പെട്ട് നേരെ കമലയെ കാണാൻ വന്നു കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇപ്പം കണ്ടില്ലേ ആ വീട്ടിൽ ഓരോ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ അലീന ബാലചന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയും. അത് കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല കേട്ടോ. കമല ഭയങ്കര ചിരിയായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ആരാ? വല്ല സർക്കാർ ഉദ്യോഗസ്ഥനോ ആണോ, സെൻട്രൽ മിനിസ്റ്ററോ അല്ലതോ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കമലമ്മ അങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. വൈജയന്തി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് കമല ചോദിക്കുന്നുണ്ട്, എന്താ അവളാണോ ആ വീട് ഭരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറഞ്ഞിട്ട്, അയ്യോ ആണോന്നോ, അവൾ പറഞ്ഞാൽ മാത്രമേ, അവൾ സമ്മതം തന്നാൽ മാത്രമേ ബാലചന്ദ്രനെ ആർക്കെങ്കിലും ഒന്ന് കാണാൻ സാധിക്കുള്ളൂ. ഒരു ടാബ്ലറ്റ് എടുത്തു കൊടുക്കാൻ പോലും അവളെ വിളിക്കും. അങ്ങനെ അവൾ ആ മുറിയിലേക്ക് കയറി ചെന്നാൽ പിന്നെ 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞാലേ അവൾ ഇങ്ങോട്ടേക്ക് തിരികെ പോരുള്ളൂ. അന്നേരം ഒരു സംശയത്തോടു കൂടി തന്നെ, ഈ 1 മണിക്കൂർ അവിടെ എന്താ അതിനുള്ളിൽ നടക്കുന്നതെന്ന് കമല ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറയുന്നത്, കഥ പറച്ചില് അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇതൊന്നും അങ്ങനെ അനുവദിച്ചു കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കമലെടുത്തി. അതുകൊണ്ട് എവിടുന്നെങ്കിലും എനിക്കൊരു ഹോം നേഴ്സിനെ ഒപ്പിച്ചു തരണം. അങ്ങനെ ഇനി ഒരു ഹോം നേഴ്സിനെ കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോവുള്ളൂ. ആ അലീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും അടിച്ചു പുറത്താക്കണം. എങ്കിലേ എനിക്കൊരു ഇത്തിരിയെങ്കിലും സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറയട്ടെ വൈജയന്തി. കമല വൈജയന്തിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, നീ എന്നാലും സമാധാനപ്പെടും, നമുക്ക് എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു ഹോം നേഴ്സിനെ ഒപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല എടുത്തി, അവിടുത്തെ ടെൻഷൻ കാരണം ഒന്നും കഴിക്കാതെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്ന സമയത്തിന് കമല പറയുന്നുണ്ട്, ഇവിടെയും ഒന്നും ഇല്ലടി, തൽക്കാലം ഞാനൊരു കാര്യം ചെയ്യാം, നിനക്ക് ഞാനൊരു ലൈം ജ്യൂസ് അടിച്ചു തരാം, പിന്നെ കിച്ചണിൽ പോയി നോക്കട്ടെ, അവിടെ വല്ല പഴവും ഇരിക്കുന്നുണ്ടോ നോക്കട്ടെ. അങ്ങനെ കമല കിച്ചണിലേക്ക് പോകുന്ന സമയത്തിന് വൈജയന്തി ആകെ ടെൻഷനോടെ അവിടെ അങ്ങനെ ഇരിക്കുമായിരിക്കും. ഇതേ സമയത്തിന് അലീന ആണെങ്കിൽ ബാലചന്ദ്രന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊടിയേരി കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം തന്നെ ഫോൺ എടുത്തിട്ട് രേവതി കുട്ടിയെ വിളിക്കും. ഇവിടുത്തെ വിശേഷങ്ങളും പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു തരാൻ വേണ്ടി തന്നെയായിരിക്കും വിളിക്കുന്നത്. രേവതി കുട്ടി പറയുന്നത്, അലീന ചേച്ചിക്ക് എപ്പോൾ നോക്കിയാലും തിരക്കാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, ഒരു രക്ഷയുമില്ല, ബാലചന്ദ്രൻ സാറ് എന്നെ മുറുക്കി അങ്ങ് പിടിച്ചേക്കുവാണെന്ന് അലീന പറയുന്ന സമയത്തിന് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ? അലീന പറഞ്ഞത്, എടി എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്നോടൊരിക്കലും ഇവിടെ നിന്ന് പോവരുതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ തന്നെ അത് ബാലചന്ദ്രൻ സാറ് പറയും. സാറ് പറഞ്ഞതിന് ശേഷം മാത്രം എന്നോട് ഇവിടെ നിന്ന് പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വൈജയന്തി മാഡം അങ്ങനെയൊന്നുമല്ല, മാഡം ഇപ്പം തന്നെ ഇവിടെ നിന്ന് തുള്ളിച്ചാടി പോയിട്ടുണ്ട്. എനിക്കിട്ട് നല്ലൊരു പണി തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, എന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയും. അന്നേരം രേവതി കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ പണി തരുവാണെങ്കിൽ അതൊരു ചാൻസ് ആക്കി കണക്കാക്കിയിട്ട് അവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഒരു എറണാകുളം വണ്ടി പിടിച്ച് ഇങ്ങോട്ടേക്ക് പോന്നേക്കണം. ഇനിയിപ്പോൾ സാറിൻ്റെ കണ്ണ് വെട്ടിച്ച് വരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ചേച്ചി ഏതായാലും ഒരുപാട് കാലമൊന്നും അവിടെ പിടിച്ച് നിൽക്കണ്ട കേട്ടോ. ചേച്ചി ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ചേച്ചിക്കിട്ട് എന്തെങ്കിലും ഒരു പണി ആ തള്ള ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ പറയാണ്. അന്നേരം അലീനക്ക് സങ്കടം വന്ന് പറഞ്ഞിട്ട്, ദേ നീ എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് രേവതി കുട്ടി പറഞ്ഞിട്ട്, ഓ ഒരു കുമ്മ, ഇവിടെ വന്നിട്ട് ഈ ഗ്രേസി ആൻറ്റിയുടെ ചെരുപ്പ് കഴുകാൻ പറ, അങ്ങനെയെങ്കിലും അവർ കുറച്ച് മര്യാദ പഠിക്കുമല്ലോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയട്ടെ രേവതി കുട്ടി. അങ്ങനെ ഫോണിൽ സംസാരിച്ചതിന് ശേഷം അലീന പറഞ്ഞിട്ട്, എനിക്കിവിടെ കുറച്ച് ജോലി ബാക്കിയുണ്ടടി, ഞാൻ ഏതായാലും ബാലചന്ദ്രൻ സാറിന് കഞ്ഞിയൊക്കെ കൊണ്ടുപോയി കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യും. എന്നാൽ രേവതി കുട്ടി നേരെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെന്നിട്ട് ഗ്രേസി അമ്മയോടും മാമച്ചനോടും ഷെയർ ചെയ്യും. എന്തുണ്ടടി അവിടെ വിശേഷം എന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുന്ന സമയത്തിന് രേവതി കുട്ടി പറഞ്ഞിട്ട്, അവിടെ ഇപ്പോൾ 2 വീടാന്ന് പറയും. അപ്പോൾ എന്ത് 2 വീടോ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. രേവതി കുട്ടി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ സാറ് മുകളിലത്തെ നിലയിലേക്ക് മാറിയിരുന്നല്ലോ, അപ്പോൾ അവിടെ എല്ലാം 2 ആയിട്ടാണ്, 2 വീടായിട്ടാണ്. ബാലചന്ദ്രൻ സാറും മുത്തശ്ശിയും അലീന ചേച്ചിയും കൂടെ ഒരു വീട്ടിലും, അതുപോലെ വൈജയന്തി ബബിതയും രോഹിതും കൂടെ മറ്റൊരു വീട്ടിലാണ് എന്നൊക്കെ പറയും. അതെന്താടി അങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി കുട്ടി പറഞ്ഞിട്ട്, അതെ ഇപ്പോൾ ആ രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അന്നേരം മാമച്ചൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു ചെറിയ പെൺകുട്ടിയില്ലേ കൃഷ്ണജ, അവൾ ആരുടെ ഭാഗത്താണെന്ന് ചോദിക്കും. അന്നേരം രേവതി കുട്ടി പറഞ്ഞിട്ട്, അവളുടെ ആരുടെ ഭാഗത്തുമല്ല, അവളൊരു റെഫറിയാണ്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഉടനെ തന്നെ ആ കാര്യം അങ്ങ് ഉറക്കെ വിളിച്ചു പറയുമെന്നൊക്കെ പറയും. ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ശരിക്കും കഷ്ടമായി പോയി, അവളെ ചേർത്ത് പിടിക്കേണ്ട പെറ്റമ്മ പോലും അവളെ ഒറ്റപ്പെടുത്തി പോയി. എന്നാൽ ശത്രുവായി കണക്കാക്കേണ്ട ബാലചന്ദ്രൻ സാറോ അവളെ ചേർത്ത് നിർത്തി. എന്തൊക്കെയാണ് ആ വീട്ടിൽ നടക്കുന്നത്, അതുകൊണ്ട് നീ ഇനി എന്നും അലീന മോളെ വിളിക്കണം കേട്ടോ. ഇനി ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ അധിക കാലമൊന്നും അലീനക്ക് അവിടെ പിടിച്ചു നിൽക്കേണ്ടി വരില്ല എന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയും. അന്നേരം രേവതി കുട്ടി പറഞ്ഞിട്ട്, അത് തന്നെയാണ് നേരെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം വൈകാതെ തന്നെ അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാല വരെ പോകേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറയും. ഗ്രേസിയാമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ ബ്രിജിത്ത മമ്മി ശരിക്കും അലീനക്കിട്ടൊരു പണി കൊടുത്തതാണോ, അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ ബ്രിജിത്ത മമ്മി കണ്ടറിഞ്ഞിങ്ങനെ ചെയ്തതാണോ എന്ന് ചോദിക്കും. അന്നേരം രേവതി കുട്ടി പറഞ്ഞിട്ട്, ഏയ് അങ്ങനെയൊന്നുമല്ല, ബ്രിജിത്ത മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അലീന ചേച്ചി എന്ന് പറയുന്ന സമയത്ത് ഗ്രേസിയാമ്മ പറഞ്ഞിട്ട്, അങ്ങനെയല്ല, അവൾ ഇപ്പോൾ കയറി ചെന്ന വീടിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു പോയതാണെന്ന് പറയും. ഒരിക്കലെങ്കിലും ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് പോയിട്ട് അവൾക്ക് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പറയട്ടോ ഗ്രേസിയാമ്മ.
പിന്നീട് കാണിക്കുന്നത് അലീനയായിരിക്കും. അലീന ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം തന്നെ ബാലചന്ദ്രന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. കയ്യിലാണെങ്കിൽ ട്രേ നിറച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് മുട്ടാൻ പറ്റാത്തത് സ്ഥിതിക്ക് തലകൊണ്ട് ഇങ്ങനെ മുട്ടി വിളിക്കായിരിക്കും. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ വാതിൽ തുറന്നത്, എങ്ങനെയാണ് മുട്ടിയത്, നിന്റെ കൈക്ക് ഒഴിവില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, അത് ഞാൻ കയ്യിൽ സാധനങ്ങളായതുകൊണ്ട് തല കൊണ്ട് തുറന്നതാണെന്ന് പറയുന്ന സമയത്തിന് ഭയങ്കര തലയാണ് എന്നൊക്കെ പറയും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്തിരി പൊടിയേരി കഞ്ഞിയല്ലേ ചോദിച്ചോളൂ, ഇതിപ്പോൾ ഒരു സദ്യ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തന്നെ അലീന പറഞ്ഞത്, ഏയ് സദ്യയൊന്നുമില്ല, കുറച്ച് ചമ്മന്തിയും ഉപ്പേരിയും എരിശ്ശേരിയും പപ്പടം അച്ചാറൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ ആ ഒരു കഞ്ഞി കുടിച്ചു നോക്കിയിട്ട് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അലീന പയ്യെ അവിടെ നിന്നിങ്ങനെ താഴേക്ക് പോവാൻ നോക്കുന്ന സമയത്തിന് എങ്ങോട്ടേക്ക് പോവാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ താഴേക്ക് പോവാണെന്ന് പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അങ്ങനെ നീ ഒരുപാട് അങ്ങ് താഴേക്കൊന്നും പോവണ്ട, ഏകദേശം മധ്യത്തിലായിട്ട് അവിടെ അങ്ങ് നിന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് നീ ഇവിടെ ഇരിക്ക്, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നീ താഴേക്ക് പോയാൽ മതി എന്ന് പറയും. ആദ്യം അലീന അങ്ങനെ മടിച്ചു നിൽക്കുന്ന സമയത്തിന് നീ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ്റെ മുന്നിലായി ചെന്നിരിക്കാൻ അലീന. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, വെറുതെ ഒന്നുമില്ല, നീ ഇപ്പം എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയുന്ന സമയത്തിന് അത് കേട്ട് അലീന അങ്ങ് ചിരിക്കും. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നത്, നീ എന്താ ഈ ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, ഒന്നുമില്ല, ഞാനിവിടെ അടുക്കളപ്പണിയും തൂക്കും തുടക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ പേര് കേട്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നതാണെന്ന് പറയും. ബാലചന്ദ്രൻ ചോദിക്കുന്നത്, ഇത്തിരി അങ്ങ് കൂടിപ്പോയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, ഇത്തിരിയല്ല, കുറച്ച് കൂടുതൽ കൂടിപ്പോയി. അന്നേരം ബാലചന്ദ്രൻ പറയുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, വായിൽ നിന്നും പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ ഏതായാലും അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീനയുടെ നാട് ശരിക്കും എവിടെയാണ് എന്ന് ചോദിക്കും. അന്നേരം അലീന കഴക്കൂട്ടത്ത് തന്നെയാണെന്ന് പറയുന്ന സമയത്തിന്, അവിടെ തന്നെയാണോ താൻ ജനിച്ചത് എന്ന് ചോദിക്കാട്ടോ. അന്നേരം അലീന പറഞ്ഞിട്ട്, അല്ല, അവിടെയല്ല ജനിച്ചത്, ഞാൻ ജനിച്ചിട്ട് 1-2 ദിവസമായപ്പോഴേക്കും ബ്രിജിത്ത മമ്മിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത് എന്ന് പറയും. ഇതാരാ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ബ്രിജിത്ത മമ്മി തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും. അല്ല, നീ നിന്റെ ബ്രിജിത്ത മമ്മിയോട് ചോദിച്ചിട്ടില്ലേ, സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്തിന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും അവരെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ, നീ അവരെ പറ്റിയിട്ട് ബ്രിജിത്ത മമ്മിയോട് ചോദിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് അലീനക്ക് ആകെ സങ്കടം വരും. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്, ഇനി എന്നോട് സത്യം പറയണോ അതോ കള്ളം പറയണമെന്നാണ് ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം, ഇല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നിട്ട് അച്ഛനും അമ്മയും ആരാണെന്ന് നീ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയും. എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ അത് അറിഞ്ഞ ഉടനെ തന്നെ ബ്രിജിത്ത മമ്മി ഈ ഒരു കാര്യം മറ്റാരോട് ഷെയർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് സത്യം ചെയ്യിപ്പിച്ചു എന്നും പറയും. അന്നേരം ബാലചന്ദ്രൻ ഒരു ഞെട്ടലോടുകൂടെ അലീനയെ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, അവിടെയും ഒരു പാസ്വേഡ് ഇട്ടിട്ട് അതങ്ങ് ലോക്ക് ചെയ്തു അല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് മിടുക്കി എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ വീണ്ടും അലീനയെ നോക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, അല്ല, ഞാൻ അന്ന് ബ്രിജിത്ത മമ്മിക്ക് ഈ ഒരു കാര്യം ആരോടും പറയില്ല എന്ന് വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം ആരോടും പറയില്ല എന്ന് പറയും. ബാലചന്ദ്രൻ ചോദിക്കുന്നത്, എങ്ങനെയായിരുന്നു നിന്റെ ബ്രിജിത്ത മമ്മിയുടെ കൂടെയുള്ള ജീവിതം, അത് സുഖമായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അലീന തൻ്റെ മനസ്സിങ്ങനെ പൂർവ്വകാലത്തെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുകയാണ്. സുഖമായിരുന്നോ എന്ന് ചോദിക്കാൻ, ചെറുപ്പത്തിലേക്ക് കുഞ്ഞായിരുന്ന സമയത്തിന് ഒരുപാട് നല്ല ഉടുപ്പിടാനൊക്കെ കൊതിച്ചിട്ടുണ്ട്. അന്നൊക്കെ ചെറിയ കുട്ടിയായപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാടധികം ആഗ്രഹിച്ചിരുന്നു. അന്നൊന്നും പക്ഷേ അനാഥ എന്ന വാക്കിനർത്ഥം എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായപ്പോഴേക്കും എനിക്ക് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായി. എന്തൊക്കെ ആഗ്രഹിക്കാം, എന്തൊക്കെ ആഗ്രഹിക്കാതിരിക്കാൻ പറ്റുമെന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അതെല്ലാം മനസ്സിലായതിനു ശേഷം ഞാൻ ഒന്നിനു വേണ്ടിയിട്ടും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചതിനെ നിരാശപ്പെടാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും. അലീനയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ബാലചന്ദ്രന് ഭയങ്കര സങ്കടമായിരിക്കട്ടോ. അലീന പറയുന്നുണ്ട്, ഞങ്ങളുടെ ദാരിദ്ര്യമെല്ലാം തന്നെ ഞങ്ങൾക്ക് കോമഡിയായിരുന്നു, ഞങ്ങളുടെ ദാരിദ്ര്യം വിഷമമെല്ലാം തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊരു കോമഡിയാക്കാറേ ഉള്ളൂ. ശരിക്കും ഞങ്ങൾ ഒരിക്കലും അതിൻ്റെ പേരിലൊന്നും സങ്കടപ്പെടാറില്ല. എൻ്റെ ബ്രിജിത്ത മമ്മിയുടെ കൂടെയുള്ള ജീവിതമായിരുന്നു എനിക്ക് ഏറ്റവും നല്ല ജീവിതം. അങ്ങനെയുള്ളൊരമ്മ ഈ ലോകത്ത് തന്നെ വേറെ കാണില്ല. അത്രത്തോളം ഞങ്ങളുടെ അമ്മ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. ആ അമ്മയെ പോലൊരു അമ്മയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അലീന സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാണ്. അലീനയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ബാലചന്ദ്രന് ആകെ സങ്കടം വരികയാണ്. കാരണം ചെറുപ്പം മുതലേ അലീന അത്രമാത്രം അനുഭവിച്ചിട്ടാണല്ലോ ഈ ഒരു നിലയിലെത്തിയിരിക്കുന്നത്. വൈജയന്തി കാരണം തൻ്റെ സ്വന്തം മകൾക്ക് ഇത്രത്തോളം അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രന് ആകെ സങ്കടം വരികയാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, ഇത് മൊത്തം കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്തിനെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ വീണ്ടും കഴിക്കാൻ തുടങ്ങും. അലീനയാണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച് ആകെ വിഷമത്തോടെ ഇരിക്കുന്നത് കാണുന്ന സമയത്തിന് ബാലചന്ദ്രന് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരാട്ടോ. കാരണം വൈജയന്തി എന്ന ഒരൊറ്റ ആളുടെ ചതി മൂലമല്ലേ ഇങ്ങനെയൊക്കെ ഈ പാവം കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ബാലചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വൈകുന്നേരമായിട്ടും വൈജയന്തിയെ കാണാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി ഇങ്ങനെ വൈജയന്തിയെ ഫോണിൽ വിളിക്കുകയാണ്.
എടി ഇത്ര നേരമായിട്ട് നീ വീട്ടിലേക്ക് വന്നില്ലല്ലോ, നീ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി ദേഷ്യത്തിൽ പറയുന്നത്, ഞാൻ എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്കിപ്പോൾ എനിക്ക് പകരം അവിടെ മറ്റാൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഏതായാലും അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയും. എന്നാൽ പിന്നെ നീ അവിടെ തന്നെ നിന്നു അങ്ങനെ മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞത്, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ചോദിച്ചോളും, ഇനിയിപ്പോൾ അമ്മ ചോദിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ സംസാരിക്കാട്ടോ വൈജയന്തി. മുത്തശ്ശി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തിന് അലീന അങ്ങോട്ടേക്ക് വരും. അലീനയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ എന്താ ഒരു വഴി എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ മുത്തശ്ശി, അതിന് മാഡം ആയുധം വെച്ച് കീഴടങ്ങണം. അതേതായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലല്ലോ, മാഡം ഒരിക്കലും ആരുടെ മുന്നിലും തീരെ താഴില്ലല്ലോ എന്നും പറയും. എന്ത് ചെയ്യാനാ മോളെ, അവളാണെങ്കിൽ ആരുടെ മുന്നിലും തല കുനിക്കില്ലല്ലോ, എന്ത് ചെയ്യാനാ അവിടെ അഹങ്കാരം എന്നൊക്കെ പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, അതെ മാഡത്തിൻ്റെ അഹങ്കാരം തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് അലീനയും വൈജയന്തിയെ കുറ്റപ്പെടുത്തി സംസാരിക്കണം മുത്തശ്ശിയോട്. എന്നാൽ അനിയോടുള്ള ആ ഒരു വാശി മനസ്സിൽ വെച്ചുകൊണ്ടതിന് വൈജയന്തി ആണെങ്കിൽ കൊല്ലപ്പള്ളിയിൽ നിന്നും തിരികെ പോരുന്നൊന്നുമില്ല, അവിടെ തന്നെ കമലത്തിൻ്റെ കൂടെ അവിടെ നിൽക്കുമായിരിക്കും. അന്നേരം കമല വൈജയന്തിയെ ഉപദേശിക്കുന്നുണ്ട്, നീ ഇവിടെ ഇങ്ങനെ വാശിയോടെ ഇവിടെ തന്നെ നിന്ന് അങ്ങോട്ടേക്ക് പോവാതിരുന്നാൽ പിന്നെ നിന്റെ സ്ഥാനം അവിടെ അങ്ങ് നശിച്ചു പോവും, നിന്റെ സ്ഥാനത്തേക്ക് അവൾ കയറി പറ്റും. എങ്ങനെയെങ്കിലും വൈജയന്തി അവിടെ നിന്ന് പോകണമെന്ന് തന്നെയായിരിക്കട്ടെ കമലയുടെ ആഗ്രഹം, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വൈജയന്തി പോകാൻ വേണ്ടിയിട്ട് പൊയ്ക്കോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. നിന്റെ സ്ഥാനം നഷ്ടമാവാതിരിക്കണമെങ്കിൽ നീ അങ്ങോട്ടേക്ക് കയറി ചെല്ലുക എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തിയോട്. വൈജയന്തി എങ്ങാനും പോവാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കമലക്ക് തന്നെയായിരിക്കും കൂടെ പണി കിട്ടുന്നത്. കാരണം കമലക്കാണെങ്കിൽ കമലയും കമലയുടെ മക്കളെയും ഭർത്താവിനെ അല്ലാതെ ആരും ആ വീട്ടിൽ നിൽക്കുന്നത് പോലും ഇഷ്ടമല്ല. ആ അമ്മയെ പോലും പോരെടുത്തിട്ട് അവിടെ നിന്നും ഓടിച്ചതെല്ലാം തന്നെ ഈ ഒരു കമലത്തിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ വൈജയന്തി മുത്തശ്ശിയെ ഇങ്ങോട്ടേക്ക് തിരികെ പറഞ്ഞു വിടുക എന്ന് കേട്ടപ്പോഴേക്കും കമലക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. കമലക്കാണെങ്കിൽ കമലയുടെ മക്കളെയും ഭർത്താവിനെ മാത്രമേ പറ്റുള്ളൂ. കമല അത്ര നല്ല പെണ്ണൊന്നുമല്ല എന്നുള്ള കാര്യം വൈജയന്തിക്ക് അറിയുമെങ്കിലും ഇപ്പോൾ കമലയുടെ സഹായം ഏതായാലും വൈജയന്തിക്ക് ആവശ്യമാണ്. എല്ലാവരും ഈ സാഹചര്യത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് കമലയെങ്കിലും തൻ്റെ കൂടെ നിൽക്കുമെന്നായിരിക്കട്ടെ വൈജയന്തി ചിന്തിക്കുന്നത്. മനു എപ്പോഴും അലീനയുടെ പുറകെ നടക്കുന്നത് കൊണ്ട് തന്നെ കമലയുടെ മനസ്സിൽ അലീനയോട് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അലീനയെ അവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് കമല തന്നെ സഹായിക്കുമെന്നാണ് വൈജയന്തിയുടെ ചിന്ത. ആ ഒരു സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി തന്നെയായിരിക്കട്ടെ വൈജയന്തി വാശിയോടെ അവിടെ നിന്നത്. വൈജയന്തി ദേഷ്യം പിടിച്ച് അവിടെ നിൽക്കുന്ന സമയത്തിന് കൊല്ലപ്പള്ളിയിൽ നിന്ന് തന്നെ ബാലചന്ദ്രൻ തിരികെ വിളിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ തിരികെ വിളിക്കും എന്ന വാശിയിൽ വൈജയന്തി അവിടെ നിൽക്കുമായിരിക്കും. ഹോം നേഴ്സ് ഇല്ലാതെ ഒരിക്കലും അങ്ങോട്ടേക്ക് പോവില്ല എന്ന വാശിയും കൂടിയായിരിക്കും. അപ്പോഴേക്കും കമലമ്മ ആകെ കുടുങ്ങിപ്പോവാണ്. എങ്ങനെയെങ്കിലും വൈജയന്തി അവിടെ നിന്ന് പറഞ്ഞു വിടണമല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഹോം നേഴ്സിനെ ഒപ്പിച്ചു കൊടുക്കണമെന്നൊക്കെ കമല തീരുമാനിക്കുകയാണ്. എന്നാൽ വൈജയന്തി ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്ന സമയത്തിന് ആരും വൈജയന്തിയെ തിരികെ വിളിച്ചില്ല. മുത്തശ്ശി മാത്രം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒറ്റ പ്രാവശ്യം വിളിച്ചു എന്നേ ഉള്ളൂ. മക്കൾ പോലും വൈജയന്തി ഒന്ന് വിളിച്ചതുപോലുമില്ല. വൈജയന്തി ഏതായാലും ഇവിടെ നിന്ന് ഒരു കാരണവശാലും പോവില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ കമലക്ക് ദേഷ്യം വരും. കമലം എവിടേക്കോ തപ്പി തെരഞ്ഞുകൊണ്ട് തന്നെ ഒരു ഹോം നേഴ്സിനെ ഒപ്പിച്ചിട്ട് വൈജയന്തിക്ക് അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിലും വൈജയന്തി ഇവിടെ നിന്ന് പോയി കിട്ടുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ കമല അത് ചെയ്തു കൊടുക്കുന്നത്. ഏതായാലും ആ ഒരു ഹോം നേഴ്സുമായിട്ട് വൈജയന്തി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ആ ഒരു ഹോം നേഴ്സിനെ കൂട്ടി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇന്ന് മുതൽ അമ്മയെ നോക്കാൻ ഞാനിതാ പുതിയൊരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും വൈജയന്തി. അന്നേരം മുത്തശ്ശിക്ക് അതിനെ കണ്ടപ്പോൾ അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നത് ബാലചന്ദ്രനോട് കൂടി ചോദിച്ചിട്ട് പോലെ ഈ ഒരു കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വൈജയന്തിക്ക് ദേഷ്യം വരും. വൈജയന്തി ചോദിക്കുന്നത്, അതെന്താ, എനിക്ക് ഈ വീട്ടിൽ യാതൊരുവിധ അധികാരവും അവകാശവും ഒന്നുമില്ലേ? ഈ വീട്ടിൽ ഏത് ഹോം നേഴ്സ് വേണമെന്ന കാര്യം ഞാൻ തീരുമാനിക്കും. ആ കാര്യം നിങ്ങളെല്ലാവരും അങ്ങ് അനുസരിച്ചാൽ മതി എന്നിങ്ങനെ അഹങ്കാരത്തോടെ പറയട്ടെ വൈജയന്തി. അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു സ്ത്രീനെ ആയിരിക്കട്ടെ അങ്ങോട്ടേക്ക് ഹോം നേഴ്സായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അലീനക്കാണെങ്കിൽ ഇതിൽ എതിർപ്പൊന്നുമില്ല. ബാലചന്ദ്രൻ സാർ സംബന്ധിച്ച ഇപ്പം തന്നെ അവിടെ നിന്ന് പടിയിറങ്ങി പോകാമെന്ന മനസ്സോടുകൂടി തന്നെയായിരിക്കും അലീന നിൽക്കുന്നത്. അങ്ങനെ അലീന അവരെ നോക്കി നിൽക്കുന്ന സമയത്തിന് വൈജയന്തി അവർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നിന്റെ സ്ഥാനം ഏതായാലും ഇന്നത്തോടെ ഇവിടെ തീർന്നു. ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇന്ന് തന്നെ നീ ഇവിടെ നിന്ന് സ്ഥലം വിടണം. നിന്റെ സേവനം ഇന്നത്തോടെ ഇവിടെ നിർത്തിയേക്കണം. നിനക്ക് പകരമായിട്ടാണ് ഒരു ഹോം നേഴ്സായിട്ട് ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതിന് ഇവൾക്ക് എത്ര ശമ്പളം വേണമെങ്കിലും ഞാൻ കൊടുക്കും. അതോടെ നീ ഇവിടെ നിന്ന് പോവണം. ഇനി മുതൽ അമ്മയുടെയും ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കോളും. നിനക്കിനി ഇവിടെ യാതൊരു സ്ഥാനവും. പിന്നെ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളും. ഇവിടെ ഏതായാലും രണ്ടാമതൊരു വീട്ടമ്മ വേണ്ട. അന്നേരം അലീന യാതൊരു കൂസലുമില്ലാതെ പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം. എനിക്കിവിടെ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ബാലചന്ദ്രൻ സാർ സമ്മതിക്കണം. ഇനിയിപ്പോൾ മാഡത്തിൻ്റെ നിർബന്ധപ്രകാരം ബാലചന്ദ്രൻ സാറോട് പറയാതെ ഞാൻ ഇവിടെ നിന്നും പോവാൻ തയ്യാറാണ്. പക്ഷേ പിന്നീട് വരുന്ന ഭവിഷ്യത്തുകളൊക്കെ മാഡം തന്നെ സ്വന്തം സഹിക്കണമെന്ന് മാത്രം. അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ മാഡം തന്നെ സഹിക്കേണ്ടി വരുമെന്ന് പറയുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വരട്ടെ. വൈജയന്തി പറഞ്ഞിട്ട്, അതെ പിന്നീടുള്ള വരും വരായികൾക്ക് ഞാൻ തന്നെ അങ്ങ് സഹിച്ചുകൊണ്ട്, നീ ഏതായാലും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ നിൽക്കണ്ട. നീ ഇവിടുത്തെ വീട്ടമ്മയാവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല.
തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാത്രം മതി, ഞാൻ തീരുമാനിച്ചോണ്ട് നീ നിന്റെ പെട്ടിയും പാണ്ടൊക്കെ എടുത്തിട്ട് ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോവാൻ നോക്കുന്നൊക്കെ പറയും. ഇന്ന് മാത്രമേ നിനക്ക് ഇവിടെ സ്ഥാനമുള്ളൂ, നാളെ നേരം പുലരുന്നതിന് മുൻപേ തന്നെ നീ ഇവിടെ നിന്നും വിട്ടേക്കണം, പിന്നീട് ഒരിക്കലും നിന്നെ ഈ വീട്ടിൽ കാണാൻ പാടില്ല എന്നൊക്കെ അവസാനം താക്കിയതുപോലെ പറയട്ടെ വൈജയന്തി. വൈജയന്തി ഏതായാലും അവിടെ പുതിയൊരു ഹോം നേഴ്സിനാക്കിയെങ്കിൽ പോലും മുത്തശ്ശിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ബാലചന്ദ്രൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അതൊരു പക്ഷേ ഇങ്ങനെ പ്രായമായൊരു സ്ത്രീ ആയതുകൊണ്ടല്ല. അലീനയെ ബാലചന്ദ്രൻ എങ്ങനെയാണ് മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത്, എന്തൊക്കെ രഹസ്യങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അലീനെ ഇനി വിട്ടുകൊടുക്കാൻ ബാലചന്ദ്രൻ ഒരിക്കലും തയ്യാറാവില്ല. ഏതായാലും ഈ ഒരു ഹോം നേഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് നിന്നും വൈജയന്തി ഏതായാലും ആ ഒരു ഹോം നേഴ്സിനെ കൂട്ടിക്കൊണ്ട് നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് ഇനി മുതൽ ഇതായിരിക്കും ഹോം നേഴ്സ്, ഇനി അലീന ഏതായാലും ഇവിടെ വേണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാം, ഞാൻ ഇതേ പുതിയൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വരും. അലീനയുടെ സ്ഥാനത്ത് അലീന മാത്രം മതി, മറ്റാരും ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, മര്യാദക്ക് നീയും നിന്റെ ഹോം നേഴ്സും കൂടി ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനാണെങ്കിൽ വൈജയന്തിയും അതുപോലെ തന്നെ ആ ഹോം നേഴ്സിനെയും അവിടെ നിന്നും മാട്ടിപ്പായിക്കും. ഇനിയിപ്പോൾ നീ ആയിട്ട് കൊണ്ടുവന്നതല്ലേ, ഹോം നേഴ്സിനെ ഇവിടെ നിന്നും പറഞ്ഞു വിടണ്ട, നിന്റെ അമ്മയുടെയും അതുപോലെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ ഹോം നേഴ്സ് ഏതായാലും ഇവിടെ നിന്നോട്ടെ, അവർക്കുള്ള ശമ്പളം നീ ആയിട്ട് തന്നെ അങ്ങ് കൊടുത്താൽ മതി, അലീനയ്ക്ക് ഞാനാണ് ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ ആരും നോക്കണ്ട, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ ബാലചന്ദ്രൻ ഈ വീട്ടിൽ അത്രയും കാലത്തോളം തന്നെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അലീന ഈ വീട്ടിൽ തന്നെ തുടരും. അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിയെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്നതോടൊപ്പം തന്നെ അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അങ്ങനെ സമനില നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.